മകീര നക്ഷത്രക്കാരുടെ തൊഴിൽ, ജീവിത വിജയം, കർമ്മം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ജ്യോതിഷം ഒരാളുടെ സാധ്യതകളും സ്വഭാവ പ്രവണതകളും സൂചിപ്പിക്കുന്നതാണ്. ഒരു വ്യക്തി ഏത് തൊഴിൽ തന്നെ സ്വീകരിക്കുമെന്നത് വിദ്യാഭ്യാസം, താല്പര്യം, പരിശ്രമം, സാഹചര്യങ്ങൾ എന്നിവയും ആശ്രയിച്ചിരിക്കുന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മണ്യേ വാധികാര്യസ്തേ മാ ഫലേഷു കഥാചന. അർത്ഥം, നിനക്ക് അവകാശമുള്ളത് കർമ്മം ചെയ്യുന്നതിലാണ്, ഫലത്തിലല്ല. ഈ സന്ദേശം മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിന് വലിയ പ്രസക്തമാണ്. തൊഴിലിലെ അടിസ്ഥാന സ്വഭാവം. മകീര നക്ഷത്രക്കാർ അന്വേഷിക്കുന്നവരാണ്. അവർ ഒരു ജോലി ചെയ്യുക മാത്രമല്ല, ആ ജോലി എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചും ചിന്തിക്കും. ഒരു പ്രശ്നം കണ്ടാൽ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ഈ അന്വേഷണ മനോഭാവം തന്നെയാണ് ഇവരെ പല മേഖലകളിലും മികവുറ്റവരാക്കുന്നത്. മകീരം നക്ഷത്രക്കാർ അന്വേഷിക്കുന്നവരാണ്. അവർ ഒരു ജോലി മാത്രമല്ല, ആ ജോലി എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചും ചിന്തിക്കും. ഒരു പ്രശ്നം കണ്ടാൽ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ഈ അന്വേഷണ മനോഭാവം തന്നെയാണ് ഇവരെ പല മേഖലകളിലും മികവുറ്റവരാക്കുന്നത്. അനുയോജ്യമായ തൊഴിൽ മേഖലകൾ. മകീരം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന് പൊതുവെ യോജിച്ചേക്കാവുന്ന ചില മേഖലകൾ: അധ്യാപകൻ, പ്രൊഫസർ, ഡോക്ടർ, നഴ്സ്, ആരോഗ്യരംഗം, എഞ്ചിനീയർ, ഗവേഷകൻ, IT, ശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, അല്ലെങ്കിൽ ജ്യോതിഷം, വേദപഠനം, ആത്മീയ പ്രഭാഷണം തുടങ്ങിയവരും ശോഭിക്കാൻ പറ്റും. ബാങ്കിങ്, അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഭരണ സേവനങ്ങൾ, കൃഷിയിലെ നവീന സാങ്കേതിക മേഖലകൾ, കൗൺസിലിംഗ്, പരിശീലന മേഖല തുടങ്ങിയവയിലും വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇത് വെറും സാധ്യതകളാണ്. അന്തിമ വിജയം നിർണ്ണയിക്കുന്നത് വ്യക്തിയുടെ പരിശ്രമവും കഴിവുമാണ്. ജോലിസ്ഥലത്തെ ശക്തികൾ. മകീര നക്ഷത്രക്കാർ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യും. പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തും. പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ജോലിയിൽ ആത്മാർത്ഥത കാണിക്കും. അതിനാൽ വിശ്വാസം നേടുന്ന ജീവനക്കാരായും നേതാക്കളായും വളരാൻ ഇവർക്ക് കഴിയും. ശ്രദ്ധിക്കേണ്ട വെല്ലുവിളികൾ. എല്ലാവർക്കും പോലെ ഇവർക്കും ചില വെല്ലുവിളികൾ ഉണ്ടാകാം. അമിത ചിന്ത മൂലം തീരുമാനങ്ങൾ വൈകിപ്പിക്കുക, സ്വന്തം കഴിവിനെക്കുറിച്ച് സംശയിക്കുക, മറ്റുള്ളവരുടെ വിമർശനം മനസ്സിൽ സൂക്ഷിക്കുക, ഒരു ജോലി പൂർണ്ണമാക്കാൻ അമിത സമയം എടുക്കുക. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, പൂർണ്ണതയേക്കാൾ പ്രധാനമാണ് സ്ഥിരത. ധനവും തൊഴിലും. ധനം സമ്പാദിക്കുന്നത് തെറ്റല്ല, പക്ഷേ ധർമ്മം മറന്ന് ധനം സമ്പാദിക്കരുത്. സത്യസന്ധമായി സമ്പാദിച്ച ഒരു രൂപയ്ക്ക് പോലും വലിയ മൂല്യമുണ്ട്. ധർമ്മത്തോടെ നേടിയ സമ്പത്ത് മാത്രമാണ് നിലനിൽക്കുന്നതെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. ആത്മീയ സന്ദേശം. ജോലി ഒരു ഉപജീവന മാർഗം മാത്രമല്ല, അത് ദൈവം നമുക്ക് നൽകിയ ഒരു ഉത്തരവാദിത്വമാണ്. ഓരോ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഓം നമഃ ശിവായ. ഈ ചെറിയ ജപം കൊണ്ട് മനസ്സിന് ഏകാഗ്രതയും ശാന്തിയും നൽകാൻ സഹായിക്കുന്ന ആത്മീയ സാധനയാണ്. വിജയത്തിനുള്ള 5 മന്ത്രങ്ങൾ. ജോലി സ്നേഹിക്കുക, സത്യസന്ധത കൈവിടരുത്, പഠനം ഒരിക്കലും നിർത്തരുത്, സഹപ്രവർത്തകരെ ആദരിക്കുക, എല്ലാ വിജയത്തിനും ദൈവത്തോട് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, മകീര നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അറിവ് അന്വേഷിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് പരിശ്രമത്തോടും വിനയത്തോടും ദൈവവിശ്വാസത്തോടും ചേർന്നാൽ തൊഴിൽ രംഗത്ത് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. നക്ഷത്രം വഴികാട്ടാം, പക്ഷേ വിജയത്തിലേക്ക് നടത്തുന്നത് അറിവും അധ്വാനവും നല്ല സ്വഭാവവും ദൈവാനുഗ്രഹവും ചേർന്ന ജീവിതമാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല തൊഴിലും ധാർമ്മികമായ വരുമാനവും സന്തോഷവും സേവന മനോഭാവവും ലഭിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.